നമസ്കാരം. തമിഴ്നാട്ടിലെ പുകഴ്പെറ്റ 18 സിദ്ധന്മാരിൽ പ്രധാനിയും ശിവഭഗവാനിൽ നിന്നും നേരിട്ട് ജ്ഞാനം ലഭിച്ച മഹാനും കഞ്ചാവ് മൂലിക സൃഷ്ടിച്ച ഗോരക്കർ സിദ്ധരെ പോലെ വ്യത്യാസമായ പിറവിയോടുകൂടി ഭൂമിയിൽ അവതരിച്ച മച്ചമുനി സിദ്ധരെ പറ്റി മനസ്സിലാക്കാം. പൊതുവെ സിദ്ധന്മാർ യുഗങ്ങൾ പലതും കടന്ന് തങ്ങളുടെ ദേഹത്തെ കൽപ്പദേഹമാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ. ഒരിടത്തു നിന്ന് വേറെ ഒരിടത്തോട്ട് പോകുമ്പോഴും ഒരു കാലഘട്ടം കടന്ന് ജീവിക്കുമ്പോഴും അവരുടെ പേര് മാത്രമാണ് മാറുന്നത്. സിദ്ധന്മാർക്ക് മാറ്റമില്ല. മച്ചമുനി മീൻ രൂപത്തിൽ ശിവഭഗവാനിൽ നിന്നും ഉപദേശം കേട്ട പുണ്യവാൻ. അദ്ദേഹം 7 ലക്ഷം പ്രളയങ്ങൾ ദർശിച്ച കാകഭുജണ്ഡ ഋഷിയുടെ ശിഷ്യൻ. അഗസ്ത്യ മഹർഷിയിൽ നിന്നും ഉപദേശം ലഭിച്ചയാൾ എന്നെല്ലാം അഗസ്ത്യർ 12,000 എന്ന പുസ്തകത്തിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. മച്ചമുനിക്ക് ഭോഗർ സിദ്ധരും നന്ദിദേവനും ഗുരു എന്ന് ജ്ഞാനദണ്ഡകം എന്ന പുസ്തകത്തിൽ കുറിപ്പുണ്ട്. മച്ചമുനി ഒരു ആടിമാസം രോഹിണി നക്ഷത്രത്തിൽ സെമ്പടവർ എന്ന മുക്കുവജാതിയിൽ പിറന്നവർ എന്നതിനാൽ തമിഴിൽ മീൻ എന്നർത്ഥം വരുന്ന മച്ചം എന്ന നാമം അദ്ദേഹത്തിന് പേരായി വച്ചിരിക്കാം എന്നാണ് പറയുന്നത്. മച്ചമുനി, മത്സ്യേന്ദ്രനാഥ്, മത്സ്യേന്ദർ എന്നിങ്ങനെ പല നാമങ്ങൾ ഈ സിദ്ധർക്കുണ്ട്. അദ്ദേഹം നാദസിദ്ധരുടെ വംശാവലിയിലുള്ളയാളെന്നും വാദമുണ്ട്. ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ ഭൂമിയിൽ അതാത് അവതാരകാലത്തിലെ ദർശിച്ച മഹാനാണ് സിദ്ധർ. മച്ചമുനിയാണ് ഭഗവാന്റെ മത്സ്യാവതാരത്തെ ആദ്യം ദർശിച്ചയാളെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സമുദ്രത്തിന് മുകളിലൂടെ നടക്കാനും എത്ര കാലം വേണമെങ്കിലും സമുദ്രത്തിനടിയിൽ ജീവിക്കാനുമുള്ള പ്രാപ്തിയുണ്ടെന്നാണ് വെപ്പ്. സമുദ്രത്തിനുള്ളിലിരുന്ന് എണ്ണമറ്റ ജീവജാലങ്ങൾക്ക് അദ്ദേഹം വഴികാട്ടിയതായി പറയപ്പെടുന്നു. തിരുമൂലർ സിദ്ധർ, പതഞ്ജലി, വ്യാഘ്രപാദ മഹർഷിമാർ തില്ലയിൽ ശിവനടനം കണ്ട കാലത്തിലെ അദ്ദേഹം ജീവിച്ചിരുന്നതായും അഗസ്ത്യ മഹർഷിയുടെ കാലത്തിലിരുന്നേ ഭൂമിയിൽ ജീവിച്ചു വരുന്നതായും പുലവർ ചരിത്ര ദീപകം എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇന്ന് വരെ 82 അഗസ്ത്യർമാർ ഇവിടെ ജീവിച്ചു മറിഞ്ഞതായി പരാമർശമുള്ളതിനാൽ ഏത് അഗസ്ത്യരുടെ കാലത്താണെന്നത് വ്യക്തമല്ല. എങ്കിലും മച്ചമുനി 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരിക്കാമെന്നാണ് അനുമാനം. അദ്ദേഹം ഉടലോടെ ഭൂമിയിൽ ജീവിച്ചതായി പറയപ്പെടുന്ന കാലം 300 വർഷം 62 നാൾ. ഗോരക്കർ സിദ്ധരെ പോലെ വ്യത്യാസമായ ഒരു ജനനമാണ് മച്ചമുനിയുടേത്. ആ പുരാണ കഥ ഇപ്രകാരം. യുഗങ്ങൾക്ക് മുമ്പ് ഒരു നാൾ കോടിയക്കര കടൽ തീരത്തിരുന്ന് ശ്രീപരമേശ്വരൻ പാർവതി ദേവിക്ക് കാലജ്ഞാനം ഉപദേശിക്കെ ജ്ഞാനം ഗ്രഹിച്ച ക്ഷീണത്താൽ പാർവതി മാതാവ് ഇടയ്ക്കൊന്നുറങ്ങിപ്പോയി. കടലിൽ നീന്തിക്കൊണ്ടിരുന്ന ഒരു മീനിന്റെ വയറ്റിലെ ഭ്രൂണം ആദ്യം മുതൽ അവസാനം വരെ കാലജ്ഞാനോപദേശം ശ്രവിച്ച് ജ്ഞാനം ലഭിച്ച് മനുഷ്യരൂപം കൈക്കൊണ്ട് ഒരു ശിശുവായി ഭഗവാനും ദേവിക്കും മുന്നിൽ അവതരിച്ചു. അദ്ദേഹമാണ് ലോകം അറിയപ്പെടുന്ന മച്ചമുനി. നാം ഉപദേശിച്ച കാലജ്ഞാന തത്വത്തെ ഭ്രൂണമായിരുന്നേ ശ്രവിച്ച നീ മത്സ്യേന്ദ്രനാഥ് എന്ന നാമത്തോടെ പല ജ്ഞാനങ്ങളും ഗ്രഹിച്ച് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്ത് പല കാലം ഭൂമിയിൽ ജീവിച്ച ശേഷം എൻ്റെ പുത്രൻ കുടികൊണ്ടുള്ള കോവിൽകുണ്ട്രം ഒന്നിൽ സമാധിയാകും എന്ന് ഭഗവാനും ദേവിയും മച്ചമുനിയെ അനുഗ്രഹിച്ചു. ഒരു ദേവതയായിരുന്ന അമ്മ മീനിന്റെ വയറ് പിളർന്ന് പുറത്തു വന്ന കുഞ്ഞിനെ കപില മഹർഷി എടുത്തു വളർത്തി എന്നൊരു കഥയും നിലവിലുണ്ട്. പിറക്കുമ്പോഴേ ശിവഭഗവാന്റെ ഉപദേശം കേട്ട് ജനിച്ചതിനാൽ മച്ചമുനിക്ക് തപയോഗം താനേ വന്നു. കൊല്ലിമല, പൊതികമല, ചതുർഗിരിമല എന്നിങ്ങനെ പല മലകളിലും തപസ് ചെയ്ത് പല സിദ്ധന്മാരെയും സന്ധിച്ച് ഹിമാലയം, രുദ്രപ്രയാഗ, ഹരിദ്വാർ എന്നിങ്ങനെ പല തിരുസ്ഥലങ്ങളും സന്ദർശിച്ച് അദ്ദേഹം അഷ്ടസിദ്ധികൾ കൈവരിച്ച് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്ത് യാചകവൃത്തിയിലൂടെ ജീവിതം കഴിച്ചുകൂട്ടി. ലോക ജീവിതത്തിൽ ആശയില്ലാതെ തന്റെ മുഴുവൻ സ്വത്തും വിറ്റ് പാവങ്ങൾക്ക് അദ്ദേഹം അന്നദാനം നൽകിയതായി അഗസ്ത്യർ 12,000-ൽ കുറിപ്പുണ്ട്. ഒരു നാൾ മച്ചമുനി കൊല്ലിമലയിൽ നിന്നും തപത്തിനായി പൊതികമലയിലേക്ക് കാൽനടയായി പോകുമ്പോൾ ദാഹവും വിശപ്പും അനുഭവപ്പെട്ടതിനാൽ കൊല്ലിമല അടിവാരത്തുള്ള സമ്പൽപ്പട്ടി എന്ന ഗ്രാമത്തിലെ ഒരു വീടിന് മുന്നിലെത്തി ദാഹജലം ചോദിച്ചു. ഒരു ശിവഭക്തന്റെ വീടായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ഗൃഹനാഥ സിദ്ധരെ യഥാവിധി ഉപചരിച്ച് ഭക്ഷണം കൊടുത്തു. എന്നിരുന്നാലും ആ യുവതിയുടെ മുഖത്തെ വിഷാദഭാവം കണ്ട് സിദ്ധർ കാര്യമന്വേഷിച്ചപ്പോൾ വളരെ കാലമായി തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം അവർ സിദ്ധരോട് പങ്കുവച്ചു. ഉടനെ അദ്ദേഹം കുറച്ച് വിഭൂതി, അതായത് ഭസ്മമെടുത്ത് യുവതിയുടെ കയ്യിൽ കൊടുത്ത് അത് ശുദ്ധിയായി നീരിൽ കലർന്നു കുടിച്ചാൽ ജ്ഞാനിയായ പുത്രൻ ജനിക്കും എന്നുപദേശിച്ച് നടന്നുപോയി. ഈ വിവരമറിഞ്ഞ യുവതിയുടെ അയൽവാസികൾ ഇങ്ങനെ വല്ലവരും തരുന്ന ഭസ്മമൊന്നും കഴിക്കരുത് എന്നുപദേശിച്ചു. യുവതിയും ഭയന്ന് ഭസ്മം അടുപ്പിലിട്ടു. പിന്നെ എപ്പോഴത്തെയും പോലെ അടുപ്പിലെ ചാരം തൊടിയിൽ ചാരം കൊട്ടുന്നിടത്തിട്ടു. പിന്നീട് 10 വർഷത്തിന് ശേഷം പൊതികമലയിൽ നിന്ന് മച്ചമുനി കൊല്ലിമലയിലേക്ക് പോകുമ്പോൾ സമ്പൽപ്പട്ടിയിൽ മുമ്പ് യുവതിക്ക് ഭസ്മം കൊടുത്ത വീടിന് മുന്നിലെത്തി മകളെ, എവിടെ നിന്റെ മകൻ, വിളിക്ക്, ഞാൻ അവനെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട്, സ്വാമി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആ ഭസ്മം സേവിച്ചില്ല, ഞാനത് അടുപ്പിലിട്ടു എന്ന് പറഞ്ഞു. ഉടനെ മച്ചമുനി എവിടെയാണ് അടുപ്പിലെ ചാരം കളയുന്നത് എന്നന്വേഷിച്ചു. അവർ മച്ചമുനിക്ക് തൊടിയിൽ ചാരം കൊട്ടുന്നിടം കാണിച്ചു കൊടുത്തു. മച്ചമുനി ആ ചാരക്കൂമ്പാരത്തിനടുത്തു ചെന്ന്, ഗോരക്ക, വെളിയിൽ വാ എന്ന് വിളിച്ചു. ദാ വരുന്നു ഗുരുനാഥ എന്ന് ചാരക്കൂമ്പാരത്തിനടിയിൽ നിന്നും ഒരു കുട്ടിയുടെ മറുപടി കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടുപോയി. ഉടനെ ചാരത്തിനടിയിൽ നിന്നും 10 വയസ്സുള്ള തേജോമയനായ തപരൂപത്തിലിരിക്കുന്ന ഒരു ബാലൻ എഴുന്നേറ്റ് വന്ന് മച്ചമുനിയുടെ കാലിൽ വീണ് വണങ്ങി. നീ എൻ്റെ കൂടെ ഗുരുകുലവാസം ചെയ്ത് വലിയ സിദ്ധനായി മാറും എന്ന് മച്ചമുനി ബാലനെ അനുഗ്രഹിച്ചു. ആ ബാലൻ മാതാപിതാക്കളെ വണങ്ങി ഗുരുവിനോടൊപ്പം പുറപ്പെട്ടുപോയി. ആ ബാലനാണ് പിൽക്കാലത്ത് ലോകം അറിയപ്പെടുന്ന ഗോരക്കർ സിദ്ധരായി മാറിയത്.
ഈ കഥ നടന്നത് പൊയ്കനല്ലൂരിലാണെന്നും വാദമുണ്ട്. പല യുഗങ്ങളിലായി ഒരേ സംഭവങ്ങൾ ചെറിയ വ്യത്യാസത്തോടെ പലയിടങ്ങളിലായി നടക്കുന്നതിനാലാണ് മാറ്റങ്ങൾ. മച്ചമുനിയുടെ ശിഷ്യനായി അദ്ദേഹത്തോടൊപ്പം ജ്ഞാനം അഭ്യസിച്ച് ഗോരക്കർ സിദ്ധർ കഴിഞ്ഞുകൂടി. കൊല്ലിമലയിൽ കഴിഞ്ഞിരുന്ന ഗോരക്കറുടെ ഗുരുഭക്തി ലോകത്തിന് മനസ്സിലാക്കുവാൻ മച്ചമുനി ഒരു നാടകം നടത്തി. ഒരു നാൾ ഗോരക്കർ ഗുരുവിനായി ഭിക്ഷയാചിച്ച് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഗോരക്കർക്ക് ഒരു വട കൊടുത്തു. ഗോരക്കർ ആ വട ഗുരുനാഥൻ മച്ചമുനിക്ക് കൊടുത്തു. ആ വടയുടെ രുചിയിൽ മതിമയങ്ങിയ മച്ചമുനി പിറ്റേന്നും ആ വട തന്നെ കൊണ്ടുവരണമെന്ന് ശിഷ്യനോട് ആവശ്യപ്പെട്ടു. ഗോരക്കർ വീണ്ടും ഭിക്ഷയാചിച്ച് അതേ വീട്ടിൽ തന്നെ പോയി. അന്ന് അവിടെ വടയുണ്ടാക്കിയിരുന്നില്ല. വേറൊരു ഭക്ഷണം അവർ ഗോരക്കർക്ക് കൊടുത്തു. തൻ്റെ ഗുരുനാഥന് വട തന്നെ വേണമെന്നും അതുണ്ടാക്കി തരണമെന്നും ഗോരക്കർ ആ വീട്ടിലെ ഗൃഹനാഥയോട് പറഞ്ഞപ്പോൾ വടയുണ്ടാക്കാൻ പ്രയാസമാണെന്നും തലേന്ന് തന്നെ വടയുണ്ടാക്കിയപ്പോൾ എണ്ണ കണ്ണിൽ തെറിക്കാതെ താൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നുമെല്ലാം അവർ പറഞ്ഞു. ഉടനെ ഗോരക്കർ തൻ്റെ കണ്ണ് പിഴുതെടുത്ത് ആ സ്ത്രീക്ക് മുന്നിൽ വെച്ച് എൻ്റെ കണ്ണിന് പകരം താങ്കൾ ആ വടയുണ്ടാക്കി തരണം എന്നഭ്യർത്ഥിച്ചു. ഭയന്നുപോയ ആ സ്ത്രീ വേഗം നെയ്യിൽ വടകൾ ഉണ്ടാക്കി കൊടുത്തു. കണ്ണു മൂടിക്കൊണ്ട് വടയുമായി വന്ന ഗോരക്കറെ കണ്ട് മച്ചമുനി കാരണമന്വേഷിച്ചപ്പോൾ ഗോരക്കർ കാര്യം പറഞ്ഞു. ശിഷ്യന്റെ ഗുരുഭക്തിയിൽ മനസ്സ് നിറഞ്ഞ മച്ചമുനി തന്റെ സിദ്ധികളാൽ ഗോരക്കറുടെ കണ്ണ് പഴയപടിയാക്കി കൊടുത്തു. മച്ചമുനി സിദ്ധർ ഗൃഹസ്ഥാശ്രമിയായും കുറച്ചുകാലം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ പോയപ്പോൾ അവിടെയുള്ള പ്രേമല എന്ന രാജകുമാരി സിദ്ധരുടെ അഴകിൽ മയങ്ങി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ മീനനാഥൻ എന്നൊരാൺകുഞ്ഞ് മച്ചമുനിക്ക് പിറന്നു. കുറച്ചു കാലത്തിന് ശേഷം മദ്ദളം വായനക്കാരുടെ സംഘത്തിനൊപ്പം അവരിലൊരാളായി ഗോരക്കർ സിദ്ധർ കേരളത്തിലെത്തി. മച്ചമുനിയെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും തിരിച്ച് തപവഴിയിലേക്ക് കൊണ്ടുവന്നു. വഴിയിൽ യാത്രാ ചെലവിനായി ഗോരക്കർ കാണാതെ ഒരു സ്വർണ്ണക്കട്ടി സിദ്ധരുടെ സഞ്ചിയിൽ വെച്ചു കൊടുത്തിരുന്നു പ്രേമല. യാത്രയിൽ കാണുന്നവരോടെല്ലാം വഴിയിൽ കള്ളന്മാരുടെ ശല്യമുണ്ടോ എന്ന് മച്ചമുനി അന്വേഷിച്ചത് ഗോരക്കറിൽ സംശയമുളവാക്കി. അദ്ദേഹം മച്ചമുനി അറിയാതെ ഗുരുനാഥന്റെ സഞ്ചി പരിശോധിച്ച് അതിലിരുന്ന സ്വർണ്ണക്കട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞ് പകരം ഒരു കല്ല് വെച്ചു. ഇടയ്ക്കൊരിടത്ത് വെച്ച് സഞ്ചി തുറന്ന മച്ചമുനി സഞ്ചിയിൽ സ്വർണ്ണക്കട്ടിക്ക് പകരം കല്ല് കണ്ട് ശിഷ്യനിൽ മോഷണക്കുറ്റം ആരോപിച്ചപ്പോൾ ഗോരക്കർ അടുത്തുണ്ടായിരുന്ന മലയിൽ കയറി നിന്ന് മൂത്രമൊഴിച്ചതും ആ മല മുഴുവൻ തങ്കമലയായി മാറി. ഗോരക്കർ ഗുരുവിനോട് ഗുരുവിന്റെ തങ്കം എടുത്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്റെ തപശക്തിയും താൻ അകപ്പെട്ടിരിക്കുന്ന ലോകമായയെപ്പറ്റിയും മച്ചമുനി മനസ്സിലാക്കിയെന്നാണ് കഥ. എത്ര കാലം വേണമെങ്കിലും തപസ്സിലിരിക്കാനുള്ള സിദ്ധി മച്ചമുനിക്കുണ്ടായിരുന്നു. മച്ചമുനിയുടെ തപശക്തി വെളിവാക്കുന്ന വേറൊരു കഥ ഇതാ. മച്ചമുനി രാമേശ്വരത്ത് തപസ്സനുഷ്ഠിക്കുമ്പോൾ ആഞ്ജനേയർ അതുവഴി വന്നു. കൈകൊട്ടിക്കൊണ്ട് ആഞ്ജനേയർ മച്ചമുനിയെ തൻ്റെ വരവറിയിച്ചെങ്കിലും മച്ചമുനി തപസ്സിൽ നിന്ന് ഉണർന്നില്ല. ഉടനെ ഹനുമാൻ കൊടും മഴ പെയ്യിച്ചു. പക്ഷേ അപ്പോഴും മച്ചമുനി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് ഹനുമാൻ മലകളെ ഇടിച്ച് ഒരു ഗുഹയുണ്ടാക്കാൻ മുതിർന്നു. അപ്പോൾ മച്ചമുനി കണ്ണു തുറന്ന് എന്തിന് ഈ അനാവശ്യ പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ മഴയിൽ നനയാതിരിക്കാനാണെന്ന് ആഞ്ജനേയർ മറുപടി പറഞ്ഞു. താങ്കളുടെ ശക്തിയാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റ്. ദാഹം തോന്നുമ്പോഴല്ല ആരും കിണർ കുഴിക്കുന്നത് എന്നൊരു തത്വം മച്ചമുനി പറഞ്ഞു. അത് കേട്ട് ആഞ്ജനേയർ ഞാൻ വായുപുത്രൻ ശ്രീരാമദാസൻ, നീ ആരാണ് എന്ന് മച്ചമുനിയോട് ചോദിക്കെ ഞാൻ മന്ത്രങ്ങൾ മനസ്സിലാക്കിയ ഒരു സിദ്ധൻ എന്ന് മച്ചമുനി മറുപടി കൊടുത്തു. മച്ചമുനിയുടെ മന്ത്രശക്തി പരീക്ഷിക്കാനായി ആഞ്ജനേയ സ്വാമി 3 മലകളെ പിഴുതെടുത്തു കൊണ്ടുവന്ന് മച്ചമുനിയുടെ അരികിൽ വെച്ചപ്പോൾ മച്ചമുനി സിദ്ധർ മന്ത്രശക്തിയാൽ ആ മലകളെ പഴയ ഇടത്തിൽ വെച്ചു. അത് കണ്ട ആഞ്ജനേയർ അതിലും വലിയൊരു മല പിഴുതെടുത്ത് വന്നപ്പോൾ മച്ചമുനി മഴനീരിൽ ആ മലയെ അലിയിച്ചു കളഞ്ഞു. മച്ചമുനിയോട് തോറ്റുപോയ ആഞ്ജനേയരുടെ സകല ശക്തികളും നഷ്ടപ്പെട്ടു. തൻ്റെ പുത്രനായ ഹനുമാന് സകല ശക്തികളും നഷ്ടപ്പെട്ടത് കണ്ട് വായുദേവൻ മച്ചമുനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആഞ്ജനേയരുടെ സകല ശക്തികളും തിരിച്ചു കൊടുക്കാൻ അഭ്യർത്ഥിച്ചപ്പോൾ മച്ചമുനി അപ്രകാരം ചെയ്തു. എല്ലാ ശക്തികളും തിരിച്ചു കിട്ടിയ ആഞ്ജനേയർ മുനിയെ വണങ്ങി അവിടം വിട്ടുപോയി. കായകൽപ്പസിദ്ധി ലഭിച്ചവർ, അഷ്ടസിദ്ധികൾ പ്രാപ്തമാക്കിയവർ, പരകായ പ്രവേശം സാധ്യമാക്കിയവർ, മൂലിക, മരുത്വം, രസവിദ്യ എന്നിങ്ങനെ സകല കലകളിലും വല്ലഭനായ മച്ചമുനി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് മച്ചമുനി കടേക്കാണ്ടം 800, മച്ചമുനി കലജ്ഞാനം 800, മച്ചമുനി നിഘണ്ടു 400, മച്ചമുനി മൂപ്പുദീക്ഷ 80, മച്ചമുനി ദ്രാവകം 800, മച്ചമുനി വൈദ്യം 800, മച്ചമുനി പെരുന്നൂൽക്കാവ്യം 800, മച്ചമുനി സരക്കുവയ്പ് 800, മച്ചമുനി വകാരം 800, മച്ചമുനി യോഗം 800, മച്ചമുനി തിരുമന്ത്രം 800, മച്ചമുനി വേദാന്തം 800, മച്ചമുനി ജ്ഞാനം 800, മച്ചമുനി ഗുരുനൂൽ 800, മച്ചമുനി ദീക്ഷാവിധി 100, മച്ചമുനി ജ്ഞാനദീക്ഷ 50, മച്ചമുനി സ്ഥൂല സൂക്ഷ്മ കാരണജ്ഞാനം 30, മച്ചമുനി സൂത്രം 21. ഇതുകൂടാതെ മായാജാലഖണ്ഡം എന്നൊരു മായാജാല പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനുമിടയിൽ നേപ്പാൾ ഭരിച്ചിരുന്ന നരേന്ദ്രദേവയോടൊപ്പം ആ കാലഘട്ടത്തിൽ നേപ്പാളിൽ മച്ചമുനി ഗോരക്കർ സിദ്ധരോടൊപ്പം അവിടെ വസിച്ചതായി പറയപ്പെടുന്നു. ഭാരതത്തിൽ അദ്ദേഹത്തെ ശിവാംശമായി കരുതുന്നത് പോലെ നേപ്പാളിൽ ബുദ്ധമത വിശ്വാസമനുസരിച്ച് അദ്ദേഹം അവലോകിതേശ്വരരായി പൂജിക്കപ്പെടുന്നു എന്നാണ് കുറിപ്പ്. തിരുപ്പറങ്കുണ്ട്രം മലയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മച്ചമുനിയുടെ ജീവസമാധിയുണ്ട്.
ആലയത്തിന്റെ പിൻവശത്തുള്ള തീർത്ഥത്തിൽ മത്സ്യേന്ദ്രനാഥ് എന്ന മച്ചമുനി വെണ്ണിറ മത്സ്യമായി ഇന്നും വാഴുന്നു എന്നാണ് ഐതിഹ്യം. ആ വെണ്ണിറ മത്സ്യത്തെ ദർശിക്കുന്നത് സർവ്വപാപഹരം എന്നതാണ് ഭക്തജന വിശ്വാസം. ഇവിടെയല്ലാതെ തിരുവാനക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രത്തിലും മച്ചമുനി സമാധി അടഞ്ഞതായി പറയപ്പെടുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.